ഡിയർ ടീം മെമ്പേഴ്സ്, ഇന്നലെ മുതൽ നമ്മുടെ സിസ്റ്റത്തിൽ താൽക്കാലികമായ ഒരു ബഗ്സ് വന്നു ചേർന്നിട്ടുണ്ട്. അതായത് റോയൽറ്റി കൗണ്ട് ഡൗൺ ടൈമർ അവിടെ വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, നിലവിലുള്ള റോയൽറ്റി 24 അവർ ആകുമ്പോൾ കട്ടായിട്ട് അതിന് അർഹതയുള്ള ആൾക്കാരുടെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവുന്ന സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നിലവിൽ വർക്ക് ചെയ്യുന്നില്ല. അത് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് വലിയ രീതിയിലൊന്നും മാറ്റം വരുത്താൻ ഇതിൻ്റെ ഡെവലപ്പർക്ക് പറ്റില്ല. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇതേ സിസ്റ്റം തന്നെ വീണ്ടും ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി ഈ നിലവിലുള്ള ജീനിയോളജിയും നിലവിലുള്ള എല്ലാ കേസും, അതായത് ഇപ്പോഴെങ്ങനെയാണോ ഉള്ളത് അത് അതേപടി പുതിയതിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വിശദമാക്കിക്കൊണ്ട് ഇന്നലെ രാത്രി 10:30 ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ടോപ്പ് ലീഡറാണ് അത് പ്രസൻറ്റ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് 2 ആഴ്ച മുതൽ 1 മാസം വരെ, മാക്സിമം 1 മാസം, അല്ലെങ്കിൽ വിത്തിൻ 2 വീക്സ്, എത്രയും പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം പുതിയൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത് എളുപ്പമാണ്, പക്ഷേ നിലവിലുള്ള പ്ലാറ്റ്ഫോമിനെ മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ടാസ്ക് ഉള്ളതാണത്. അത് അതേ രൂപത്തിൽ തന്നെ കിട്ടണമെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അങ്ങനെ അത് അതിലേക്ക് മാറ്റി വരുന്നത്. അപ്പോൾ ആർക്കും നിലവിലുള്ള ടീം മെമ്പേഴ്സോ ആൾക്കാരോ ഒന്നും നഷ്ടപ്പെടുന്നില്ല. അത് അതേപടി തന്നെ പുതിയ സിസ്റ്റത്തിലും ഉണ്ടാവും. കൂടാതെ 1-2 ആഡ് ഓൺസും ഉണ്ടാവും. പറഞ്ഞിരുന്നത് റോയൽറ്റിയിൽ വ്യത്യാസം വരും, കുറച്ച് കൂടുതലുണ്ടാവും. അതേപോലെ തന്നെ പുതിയ ലെവലിൽ നിന്നുള്ള ഇൻകവും മാറി വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഒരു സൂചന തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ആരും പാനിക് ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കമ്പനിയുടെ കയ്യിലില്ല. അറിയാലോ, ഓരോ പ്രാവശ്യം അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും അത് 98% മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ ആ ലെവലിലേക്ക്. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ.